എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഉത്രാട വിളക്ക് ഒരുക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൂ കെട്ടി വെച്ചിട്ടുണ്ട്. വെള്ളയും ചുമപ്പും അരളിപ്പൂവാണ് നമ്മളിവിടെ കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് അടുക്കായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കെട്ടാനായിട്ട് പൂ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പൂക്കൾ കിട്ടാറുണ്ട്, ചിലരൊക്കെ അത് ഇടാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അത്രയും പൂവും മേടിച്ചിട്ട് അത് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉത്രാട വിളക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഒരുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കെട്ടിവെച്ച പൂവെല്ലാം ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ തലേ ദിവസം തന്നെയാണ് കെട്ടിവെച്ചത്, പിറ്റേ ദിവസത്തേക്കായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കെട്ടിവെച്ച് വെള്ളം കുടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വിളക്കൊരുക്കാനായിട്ട് നടുക്ക് നമ്മൾ വെക്കുന്ന ഏറ്റവും വലിയ വിളക്കാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ തടി വെച്ച് കെട്ടി അതിൽ ചെറുതായിട്ട് പൂമാലയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ പൂ ഒരുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ്. ഇത് വെൽഡ് ചെയ്തുണ്ടാക്കിയ സ്റ്റാൻഡാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയല്ല ഉപയോഗിക്കുന്നത്. ചിലർ ഉപയോഗിക്കുന്നത് വളയങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് നൂല് വെച്ചൊക്കെ കെട്ടിയിട്ട് അത് തൂക്കിയിട്ടിട്ട് അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്, ഇതുപോലെ വെൽഡ് ചെയ്തതാണെങ്കിൽ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന പൂവ് അത്രയും ഇതുപോലെ തൂക്കിയിടണം. അപ്പോൾ ഇത് കാണാത്ത രീതിയിൽ തൂക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വിളക്കിൽ നേരത്തെ കുറച്ച് പൂ കെട്ടിയിരുന്നു, ബാക്കിയുള്ളതും കൂടെ കെട്ടിയിട്ട് നമ്മളിതിൽ നിറയെ ഇതുപോലെ പൂമാല പോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിളക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുക്കി വെച്ച വിളക്കിനെ നമ്മൾ തട്ടത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തട്ടം ഒരു വാഴയിലയിൽ വെച്ചിട്ട് അതിലാണ് നമ്മൾ ഈ വിളക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഈ തട്ടം മൊത്തത്തിൽ നമ്മൾ പൂവിട്ട് അലങ്കരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കളർ പൂക്കളും അതിലിങ്ങനെ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെണ്ടുമല്ലി ഉണ്ട്, ജമന്തി ഉണ്ട്, വാടാമല്ലി ഉണ്ട്, അരളി ഉണ്ട്, റോസാപ്പൂ, അങ്ങനെ എല്ലാം നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊഴുന്നയും വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം വന്ന റോസാപ്പൂക്കളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ താമര നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കിണ്ടിയിലും വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഒരു താമര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിളക്കൊരുക്കി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നിലവിളക്കിൻ്റെ ചുറ്റും ഈ പൂവ് അലങ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഉത്രാട വിളക്കൊരുക്കൽ. ഇനി നമ്മളിവിടെ 2 ചെറിയ വിളക്ക് കൂടെ, എന്നും കത്തിക്കുന്ന വിളക്കും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും അലങ്കരിച്ചിട്ടുണ്ട് പൂവൊക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ഉരുളിയിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പൂ അലങ്കരിച്ചതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മഞ്ഞത്തോർത്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉത്രാട വിളക്ക് ഒരുക്കുന്നത് പൂർത്തിയാവുന്നത്. അതിൽ കുറച്ച് കുങ്കുമവും മഞ്ഞപ്പൊടിയും കുറച്ച് ഭസ്മവും എല്ലാം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വെറ്റിലയും അതിലൊരു അടക്കയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിളക്കിലെല്ലാം എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കൊടുക്കാം. എല്ലാ വിളക്കിലും തിരിയിട്ടതിന് ശേഷം നമ്മളിപ്പോൾ കൊടിവിളക്ക് വെച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പുറത്ത് വയ്ക്കുന്ന മഹാലക്ഷ്മി വിളക്ക് പുറത്ത് കൊണ്ടുവച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഈ അകത്ത് വെച്ചിരിക്കുന്ന നിലവിളക്കെല്ലാം കത്തിക്കുന്നത്.
നമ്മളിവിടെ 7 തിരി ഇട്ടിട്ടാണ് നിലവിളക്ക്, വലിയ നിലവിളക്ക് കത്തിച്ചിട്ടുള്ളത്. മറ്റ് ചെറിയ 2 നിലവിളക്കും 2 തിരി വെച്ചാണ് കത്തിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഉത്രാട വിളക്ക് ഒരുക്കൽ. ഈ വിളക്ക് നമ്മൾ അണയ്ക്കാതെ ഒരു ദിവസം ഫുള്ള് വയ്ക്കും. ഒരു ദിവസം എന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ വിളക്ക് നമ്മൾ അണയ്ക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ രാത്രിയൊക്കെ എണ്ണ ഒഴിച്ച് അതിനെ കെടാതെ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉത്രാട വിളക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.